ഇന്നലെ ഷാപ്പിന്ന് പോണ പോക്ക് കണ്ടപ്പോഴേ വിചാരിച്ചതാ വീട് എത്തൂലാന്ന്. അത് പിന്നെ എന്നും ഇങ്ങോട്ട് വരണമെന്ന് കരുതും, പക്ഷെ പകുതി വഴിക്ക് എത്തത്തുള്ളൂ. ഇക്കൊല്ലം പള്ളിയിലെ നാടകത്തിന് നീയും ഉണ്ടെന്ന് കേട്ടല്ലോ. പിന്നെ ഞാനുണ്ടാവും, ഇല്ലെങ്കിൽ നാടകം വിജയിക്കത്തില്ല. എന്നിട്ട് നീ എന്താ നാടകം പഠിക്കാൻ പോവാത്തെ? ഓ, എനിക്ക് പഠിക്കൊന്നും വേണ്ട, ഞാൻ മുടിഞ്ഞു അഭിനയോ. ഓ പിന്നെ അഭിനയം. അയ്യോ, ആരെ കൊല വെട്ടിക്കൊണ്ടുപോയെ? അതാ പള്ളിയിലച്ഛനാ, രാവിലെ കൊണ്ടോണ കണ്ടു. അച്ഛനെ ഞാനിന്ന് അമ്മാച്ചനാക്കും. ആ Why this കൊലവെറി കൊലവെറി കൊലവെറിടാ? അതേത് പിശാച? പിശാചല്ല, ഞാനിപ്പോ പള്ളിന്നാ വരുന്നത്. അതെങ്ങനാ അവിടെ പോയി അച്ഛനെ കാണത്തില്ലല്ലോ. നിന്നോട് ആര് പറഞ്ഞു വെളിയിൽ പോൻ? ആണ്ടുകുമ്പസാരം കഴിയാ പള്ളി കരയുണ്ടല്ലോ. എന്റെ വാഴക്കൊലയും കട്ട് കൊലവരെയും പാടി ഇവിടെ ഇരിക്കുകയല്ലേ. കട്ട നിന്റെ ശാന്തേച്ചി പറഞ്ഞു അച്ഛനാ കട്ടെന്ന്. കട്ടെന്ന് അവള് പറഞ്ഞു. ആ, അവള് ഇവര് നോക്കി നിൽക്കാനുള്ള ഞാൻ എടുത്തോണ്ട് വന്ന് കണ്ടോണ്ടെടുത്താ എങ്ങനെയാ കട്ടതാകുന്നേ? ഊപ്പേ, ഇതെനിക്ക് പിടിക്കും തിന്നാനല്ല, നാടകത്തിന്റെ റിഹേഴ്സൽ എന്തിനാ ഞണ്ണണ്ടേ? എന്റെ വാഴക്കൊല കട്ടിട്ടാണോ അച്ഛന്റെ നാടകം? കള്ളും കുടിച്ച് തോട്ടി കിടക്കുന്ന നിനക്ക് വാഴക്കൊല ഇല്ലാട്ടാ അല്ലടാ. ആ വീടിടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി, അതൊന്നും ശരിയാക്കാൻ നിനക്ക് പറ്റിയോ? ഇല്ലല്ലോ. ആ, അത് ഞാനങ്ങ് സഹിച്ചു. എന്റെ വീടല്ലേ. ദേ ഒരു കാര്യം പറയാം, ഈ പള്ളി പണിയാൻ എന്റെ അപ്പൻ അരേക്കർ സ്ഥലം തന്നിട്ടുള്ളൂ, ബാക്കി സ്ഥലം എന്റെ പേർക്കാ. നിന്റെ പേർക്കോ? അല്ല, എന്റെ അപ്പന്റെ പേർക്ക്. അതിന്റെ ആധാരം എന്തിനാ അച്ഛൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്? എനിക്കത് ഇപ്പൊ കിട്ടണം. ഞാൻ ആ സ്ഥലം വിൽക്കാൻ പോവാ. നീ അത് വിറ്റ് കള്ളു കുടിക്കാതിരിക്കാനാ നിന്റെ അപ്പൻ അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആധാരം അച്ഛന്റെ കയ്യിലുണ്ട്, ഞാനത് മേടിച്ചിരിക്കും. ജോസാ പറയുന്നത്, അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്നാ അതൊന്നും പറയണോ? അച്ഛനാണെന്ന് നോക്കത്തില്ലേ? എന്നെ മുന്നിൽ നിന്ന് വെക്കോണം. ആ, അതാ നിനക്ക് നല്ലത്. എന്റെ ഏറ് പിഴക്കത്തില്ല. നെറ്റിയാലുണ്ടല്ലോ ഇല്ലേ? അച്ഛൻ ധൈര്യം ഉണ്ടെങ്കിൽ ഷാപ്പിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ വരുന്നുണ്ടാ ഒരു ദിവസം. ഓ, പിന്നെ ഇന്ന് നാടകത്തിന്റെ ഫൈനൽ റിഹേഴ്സലാ. കറക്റ്റ് സമയത്ത് എത്തിക്കോണം, വിത്ത് കോസ്റ്റ്യൂം, അല്ലെങ്കിൽ നിന്റെ റോളിയെ കട്ട് ചെയ്യും. ആ, കാണാം. ആരല്ലേ കാണാം നാടകം. സാധ്യമല്ല. അധികാരികൾ വന്ന് കുടിയിറങ്ങണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണമെന്നാണോ? ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കോ അല്ലെങ്കിൽ എന്റെ പാർട്ടിക്കോ നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. സംസ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടുന്ന് കുടിയിറങ്ങണം. അതെ, ഈ മൈക്ക് നിന്നവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. അത് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് ഫേസ് ഇങ്ങോട്ട് ഇരുന്നാ മതി. ആ, ജോസന്തിയെ അവനോട് ഇവിടെ നിൽക്കാൻ പറ. ജോസ്, എന്താ കറുത്ത കണ്ണടയൊക്കെ വെച്ച്? ഇത് ഇൻസ്പെക്ടർ ബൽറാമിന്റെ സ്റ്റൈലാണ്. ബലൂൺകാരൻ പാപ്പൻ ഫ്രീ ആയിട്ട് തന്നത്. നിന്റെ പേര് ബൽറാന്നാണോ? എടുത്ത് മാറ്റാ. അഭിനയിക്കാനും സമ്മതിക്കില്ല. ധരോ പറയടോ മന്ത്രി. ഒരു പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പോലീസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കരുത്. ഇത്തരം കാക്കിയിട്ടവരുടെ ക്രൂരതകൾ ഞങ്ങൾക്ക് പുല്ലാണ്. ഈ കാക്കിക്കുള്ളിലെ കാട്ടാള നീതിയെ ഞങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയും. മിണ്ടാതിരിക്കി, നിനക്ക് ഡയലോഗ് ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞല്ലേ? നീ മിണ്ടരുത് മന്ത്രി. കാക്കിയിട്ടവന് നേരെ കൈ ഓങ്ങിയാ നിനക്ക് നോവില്ല. ഒരു കറുത്തുണങ്ങിയ മന്ത്രി. നിർത്തടാ, നിനക്ക് ഡയലോഗ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? അത് പറ്റില്ല. ആ പുല്ലെന്നെങ്കിലും ഞാൻ പറയും. എന്റെ മോളെ പ്രേമിക്കുന്നവനെ അടിച്ചോടിച്ചോളാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഈ ഇവിടെ സുരേഷ് ഗോപി കളിച്ച് നടക്കല്ലേ? അതെ, നിങ്ങളിങ്ങ് വന്നേ. കൈവിട്. റിഹേഴ്സൽ കൊളവാക്കല്ലേ, ഞാനിവിടെ തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കുക. എന്റെ ഒലക്കമൽ അഭിനയം. എന്റെ മോൾ ആ ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പോയി. എന്റെ കുടുംബത്തിന്റെ മാനം പോവും. ദയവ് ചെയ്ത് എന്റെ മോളെ പിടിച്ചു തരണം. ഞാൻ എന്റെ കാല് പിടിക്കാം. എന്റെ ഒരൊറ്റ മോളാ. കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവണ ഞാൻ ചെയ്യും. തന്റെ മോളൊരു കോപ്പിലും പോവില്ല. ചുരുട്ട് ജോസാ പറയുന്നത്. ഈ രാത്രി വെളുക്കുന്നതിന് മുമ്പേ ഞാൻ അവളെ ഇവിടെ എത്തിക്കും. എന്നാ വേഗം ചെല്ലു ജോസേ. കളിയല്ലോ അങ്ങോട്ട്.
അതെ 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 100 വെച്ചിരിക്കുന്നു. മാറത്തില്ല ഇങ്ങോട്ട് ഇത് അതിന്റെ പോലീസ് ഞാൻ രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടോ. എല്ലാരും കൂടി എന്റെ പിറകെ ഓടുകയെന്നോ എന്നെ പിടിക്കാനായിട്ട്. അന്റെ ഓടി എന്നെ തോപ്പിക്കല്ലടാ. എടാ ഇത് ഓട്ട മത്സരമൊന്നുമല്ലേ. പിറകെ തന്നെ ഉണ്ടല്ലോ. നോക്കി വാ. നീ ഇവളെ കൊണ്ട് ഒളിച്ചോടും അല്ലടാ ഉളുന്താനെ. എന്റെ അവനെയും ജീവിതം തകർത്തിട്ട് നിന്റെ ഒരു ഒളിച്ചോട്ടം. ഇവിടെ വാടാ. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ലാന്നോ? നിന്നെ കൊണ്ട് തിരിച്ചെല്ലും നിന്റെ വാപ്പാക്ക് വാക്ക് കൊടുത്താ ഞാൻ. വാടി കൊണ്ട് വരാൻ. നക്കാപ്പിച്ചയ്ക്ക് ഗുണ്ടാപ്പണി എടുക്കുന്ന നിനക്ക് ഞങ്ങളെ തല്ലാനേ പറ്റൂ. പിരിക്കാൻ പറ്റില്ലടാ. നിങ്ങൾക്കറിയോ, 9 വർഷമായിട്ട് ഞങ്ങൾ സ്നേഹത്തില. എല്ലാരും കൂടി പറഞ്ഞുറപ്പിച്ചതാ ഞങ്ങളുടെ നിക്കാഹ്. എന്നിട്ടിപ്പോ ഒരു പണക്കാരൻ നിക്കാഹ് കഴിക്കാന്ന് പറഞ്ഞു വന്നപ്പോ ബാപ്പാന്റെ മനസ്സ് മാറി. പക്ഷെ എനിക്ക് മൻസൂറിന് മറക്കാൻ പറ്റില്ല. ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് മരിക്കും. എനിക്കറിയാം ബാപ്പയ്ക്ക് എന്റെ ജീവന. ഞാൻ സുഖമായിട്ടിരിക്കാൻ വേണ്ടിട്ടാ ബാപ്പ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ മൻസൂറിന് കൂടെ സുഖമായിട്ട് തന്നെ ജീവിക്കും. എന്നിട്ട് സന്തോഷത്തോടെ ബാപ്പാന്റെ അടുത്തേക്ക് പോവും. ദയവേത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. കരയണ്ട.
നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. ജോസാ പറയുന്നു. ചുരുട്ട ജോസ്, എൻ്റെ അപ്പനാണ് സത്യം. വാ, ഇവിടെ വാപ്പാടെ ഞാൻ മേടിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കും. നിങ്ങൾ എവിടെയെങ്കിലും പോയി സുഖമായിട്ടങ്ങ് ജീവിച്ചോ. പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ കുടുംബം മുടിഞ്ഞു പോകുന്ന എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്. അതെവിടെ വാപ്പാക്കറിയത്തില്ലല്ലോ. വാ വാ, ഇവിടെ നിന്നോ. ഏതെങ്കിലും വണ്ടി വരും, ഞാൻ കയറ്റിവിടാം. നിനക്ക് ചങ്കറപ്പുണ്ടോടാ ഇവിടെ പോറ്റാൻ? കണ്ണുടക്കി. ആണുങ്ങൾ ഇങ്ങനെ കരയാൻ പാടില്ല. എന്നെ പോലെ നിൽക്കണം. വിളിച്ചു പറയാനും സഹായിക്കാനൊന്നും എനിക്ക് ആരുമില്ല. എവിടാന്ന് വെച്ചാൽ പോയി സുഖമായിട്ട് ജീവിക്കും.